നമുക്ക് എഐയിൽ ഡീപ്പ് നോളേജ് വേണോ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ? ഇത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. നമ്മൾ ഒന്നിനു വേണ്ടിയിട്ടും പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി ഏതൊരു കാര്യത്തിലും അല്ലെങ്കിൽ ഡീപ്പ് നോളജ് പെർഫെക്ഷൻ അങ്ങനെ ചെയ്ത് എങ്ങനെയാവുക അതൊന്നും വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് എവിടെ നിൽക്കരുത്. നമ്മൾ തുടങ്ങുക. എന്താണോ നമ്മളെ കയ്യിലുള്ള ആ രീതിയിൽ തുടങ്ങുക. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് തുടങ്ങുക. അപ്പോൾ നമ്മൾ നോർമലായിട്ട് റെഡിമെയ്ഡ് API ഒക്കെ നമുക്ക് കിട്ടും. API തന്നെ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, അത് യൂസ് ചെയ്യുക. അതിന് സിമ്പിളായിട്ട് പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ കാര്യങ്ങൾ ചെറിയ രീതിയിൽ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് APIയും കാര്യങ്ങളൊക്കെ പിന്നെ ഫ്യൂച്ചറിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഡീപ്പ് നോളജ് വേണം അല്ലെങ്കിൽ ഇത്ര എന്നെ കൊണ്ട് കഴിയുമോ എന്നുള്ളതിൽ നിൽക്കരുത്. ഇത് നമ്മൾ ആക്ച്വലി ഇത് നമ്മളൊരു 100% നമ്മളെ മൈൻഡ് സെറ്റ് മാത്രമാണ് നിങ്ങളിപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് സിമ്പിളായിട്ട് തുടങ്ങുക, റെഡിമെയ്ഡ് API യൂസ് ചെയ്യുക, റെഡിമെയ്ഡ് API യൂസ് ചെയ്യുക, സിമ്പിളായിട്ട് പ്രോംപ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റപ്പ് ചെയ്യുക. അങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് കോംപ്ലക്സ് ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ആഡ് ചെയ്ത് മുന്നോട്ട് പോകും.